നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനം. US സുപ്രീം കോടതിയാണ് കൈമാറ്റത്തിന് അനുമതി നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത്. പാകിസ്ഥാൻ വംശജനായ തഹാവൂർ റാണ കനേഡിയൻ പൗരനാണ്. പാകിസ്ഥാനിലെ സൈനിക ഡോക്ടറായിരുന്ന തഹാവൂർ റാണ പിന്നീട് കാനഡയിലേക്ക് മാറുകയും കനേഡിയൻ പൗരത്വം നേടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് അമേരിക്കയിലെ ഷിക്കാഗോയിലെത്തി വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. ഇതിന്റെ മുംബൈയിലെ ബ്രാഞ്ചാണ് ഭീകരാക്രമണത്തിനായി ലഷ്കർ ഭീകരർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയതെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണമെന്നും വിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ടത്. എന്നാൽ തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നാവശ്യപ്പെട്ട് റാണ കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 16-ന് അമേരിക്കൻ സോളിസിറ്റർ ജനറൽ റാണയുടെ ഹർജി പരിഗണിക്കരുതെന്നും തള്ളണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി കരാർ നിലനിൽക്കുന്നുണ്ട്. ഈ ഉടമ്പടി പ്രകാരമാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത്. നടപടികൾ പൂർത്തിയാകുന്നതോടെ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കും. 2008 നവംബർ 26-ാം തീയതിയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം മുംബൈയിൽ നടന്നത്. ആക്രമണത്തിൽ 166 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കൂടാതെ 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ്മഹൽ പാലസ്, ഛത്രപതി ശിവജി ടെർമിനൽ, നരിമാൻ പോയിന്റിലെ ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. 3 ദിവസമാണ് രാജ്യം ആശങ്കയുടെ മുൾമുനയിൽ നിന്നത്. തുടർന്ന് നവംബർ 29-ാം തീയതി രാവിലെ 8 മണിയോടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു. ആക്രമണം നടത്തിയ 9 ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു. മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഹേമന്ത് കർക്കറെ, മലയാളി NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നിവരടക്കം നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ മുംബൈയിലെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചു. ജീവനോടെ പിടികൂടിയ ഭീകരൻ അജ്മൽ കസബിനെ 2012 നവംബർ 21-ന് തൂക്കിലേറ്റുകയും ചെയ്തു.